കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നല്ല എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ തയ്യാറാക്കാവുന്ന ഏറ്റവും ഈസി ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ആണ്. അത് മാംഗോ ക്രീമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് അറേബ്യൻ മാംഗോ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ബ്രെഡുകൾ ഞാൻ നമ്മുടെ പാത്രത്തിൻ്റെ സൈസിന് ആവശ്യമായിട്ടുള്ള ബ്രെഡുകൾ എടുക്കാം കേട്ടോ. എത്ര എണ്ണം വേണമെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ 4 സൈഡും നമ്മൾ ഈ ബ്രൗൺ കളറിലുള്ള ഭാഗം ഒന്ന് മുറിച്ച് മാറ്റുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് നമുക്ക് കളയൊന്നും വേണ്ട. നമുക്ക് ഈ കട്ട്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വറക്കാനായിട്ട് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ ബാക്കി എല്ലാത്തിൻ്റെയും ഞാനൊന്ന് കളഞ്ഞിട്ടെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ ബ്രെഡെല്ലാം അരികൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് വാനില ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാല് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ഒരു 1/2 ലിറ്റർ പാല് സ്റ്റൗവിൽ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാല് നല്ലപോലെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മുടെ കസ്റ്റേർഡ് പൗഡർ നമുക്കിതിലേക്ക് ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് കുറുക്കി വരണം. ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ കൂട്ട് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് നല്ല പഴുത്ത മാങ്ങ ഞാൻ പൾപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതൊരു കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു 1/4 കപ്പ് പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് തിളപ്പിച്ച പാലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കസ്റ്റേർഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബ്രെഡ് സ്ലൈസുകൾ ഇതിലേക്ക് നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ബ്രെഡ് പീസുകളിലൊക്കെ ഇതൊന്ന് അബ്സോർബ് ആവും വേഗം തന്നെ. ഇനി അടുത്ത ലെയറായിട്ട് നമ്മൾ നേരത്തെ മാങ്ങ മിക്സിയിൽ അടിച്ചുണ്ടാക്കിയില്ലേ, അത് ആ സംഭവം ഒന്ന് ഇതിലേക്ക് തേച്ച് കൊടുക്കാം. ഇപ്പോൾ മാംഗോ മിക്സ് നമ്മൾ ഒരു ട്രിപ്പ് പരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ വീണ്ടും ഒരു ലെയറും കൂടെ നമുക്കിതിലേക്ക് നമ്മുടെ ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാം. ഈ കസ്റ്റേർഡ് ഒന്നും കൂടെ നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമ്മുടെ ബാക്കിയുള്ള മാങ്ങ കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അവസാനമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാം ഇതൊക്കെയാണ് എടുത്തിരിക്കണേ. അത് ചെറിയ ഇതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മുകളിലിട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഉപയോഗിക്കാം.
അപ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് ഫ്രിഡ്ജിൻ്റെ താഴത്തെ കള്ളിൽ വെച്ചാൽ മതി, ഫ്രീസ് ചെയ്യേണ്ട ഒരിക്കലും. വളരെ ടേസ്റ്റായിട്ടുള്ള നമുക്കൊരു അറേബ്യൻ പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളി വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ അറേബ്യൻ ബ്രെഡ് മാംഗോ പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ഉഗ്രൻ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. ഓക്കേ.